نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل وسلم على عبدك ورسولك نبينا محمد أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹവും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിലാണ് നാം ഈ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ജീവനോടെ ഉണ്ടാകാനും ആരോഗ്യത്തോടെ ജീവിക്കുവാനും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും ഒക്കെ സാധിച്ചു എന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. റമദാനിൻ്റെ പവിത്രമായ രാപ്പകലിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ഈ റമദാനിൻ്റെ ആത്മീയമായ അനുഭൂതിയിൽ എത്രമാത്രം അലിഞ്ഞു ചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഓരോ വിശ്വാസിയുടെയും ചിന്തയിൽ നിന്നുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരിക്കണം. നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ച് അരുതായ്മകളോടൊക്കെ അകലം പാലിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവ അർത്ഥപൂർണമാകണമെങ്കിൽ നമുക്ക് ആന്തരിക വിശുദ്ധി കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നോമ്പെന്ന രഹസ്യമായ ഇബാദത്തിനെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. വളരെ രഹസ്യമായ ഇബാദത്താണ്. നോമ്പ് നോക്കാൻ പള്ളിയിൽ വരണമെന്നില്ല. ആരും കാണാതെ ചെയ്യാവുന്ന, ആരും അറിയാതെ ചെയ്യാവുന്ന കർമ്മമാണ്. അതിനർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യഭാഗങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ശരീരമല്ല മനുഷ്യൻ, മറിച്ച് മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവ് കൂടി ചേർന്നതാണ്. ആ ആത്മാവിനെ പരിശുദ്ധമാക്കലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശുദ്ധി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളെത്ര സമയമാണ് നമ്മുടെ ബാഹ്യ സൗന്ദര്യം നന്നാക്കാൻ വേണ്ടി ചെലവഴിക്കാറുള്ളത്?
എത്ര പണമാണ് ചെലവഴിക്കാനുള്ളത്. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ആന്തരിക സൗന്ദര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എൻ്റെ അന്തരാളത്തിൽ എത്രമാത്രം സൗന്ദര്യമുണ്ട്, എത്രമാത്രം വൈരൂപ്യമുണ്ട് എന്ന് നമ്മളാരെങ്കിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? അസൂയയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും തോന്നിയാസങ്ങളുടെയും ഒക്കെ അകമാണ് എനിക്കുള്ളതെങ്കിൽ എൻ്റെ അകം എത്ര ചീത്തയാണ്. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ നോക്കിയിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അകമാണ് നാം, നമ്മളല്ല. നമ്മുടെ ഈ ജഡമല്ല, ശരീരമല്ല നാം എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യനൊരു ദുസ്വഭാവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പൊതുവെ കാണുന്നതിലാണ് അഭിരമിക്കുന്നത്, കാണുന്നതിനെയാണ് അവൻ നന്നാക്കാൻ ശ്രമിക്കുന്നത്, പുറത്ത് കാണുന്നതിനെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അണ്ടർവെയറുകളൊക്കെ നമ്മൾ അത്രമാത്രം ഇസ്തിരിയിട്ട് ഭംഗിയാക്കാറുണ്ടോ? ഇല്ല. പക്ഷേ പുറത്തുള്ള എല്ലാ വെയറുകളും വസ്ത്രങ്ങളും അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് വലിയൊരു പ്രശ്നം വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, കാഴ്ചയും കേൾവിയും സൃഷ്ടിക്കുന്ന ഈ ഒച്ചകളുണ്ടല്ലോ, ഈ ശബ്ദങ്ങൾ, അവയുടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്കപ്പുറം അധർമ്മങ്ങൾ പരത്തുന്ന മാലിന്യങ്ങളെക്കുറിച്ച്, ചിന്താമാലിന്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരുപാട് ചിന്താമാലിന്യങ്ങളുണ്ട്, അധർമ്മങ്ങൾ പരത്തുന്ന, കാണാത്ത കേൾക്കാത്ത. അതിനെക്കുറിച്ച് ചർച്ചയില്ലാത്തത് കൊണ്ടാണ് നമുക്കും നമ്മുടെ സമൂഹത്തിനുമൊക്കെ ധാർമ്മികമായ കരുത്ത് ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശിക്ഷണത്തിൽ, തർബിയത്തിൽ ഏറ്റവും പ്രധാനമായത് ആത്മീയ തർബിയത്താണ്. തസ്കിയത്തുൽ നഫ്സാണ്, തസ്കിയത്തുൽ ഖൽബാണ്. തസ്കിയത്തുൽ നഫ്സാണ്, തസ്കിയത്തുൽ ഖൽബാണ്. നിരന്തരം അള്ളാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ബാഹ്യമായ ചേഷ്ടകളിലേക്കല്ല, മറിച്ച് നിങ്ങളുടെ അകത്തേക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിയന്ത്രിക്കാനും വിശുദ്ധിപ്പെടുത്താനും സാധിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് സമൂഹത്തിനാകെ അധർമ്മമാണ്, അരാജകത്വമാണ്, തോന്നിയാസങ്ങളാണ്. ആരും അറിയുന്നില്ല. എപ്പോഴെങ്കിലും ചിലതൊക്കെ പരിധി വിട്ട് പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ ബഹളം സൃഷ്ടിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നില്ല ഈ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ അകം ജീർണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്, നമ്മുടെ അകം മോശമായി കൊണ്ടിരിക്കുന്നു എന്ന്. ശിർക്കും കുഫറും നിഫാഖും ബിദഅത്തും ജാഹിലിയത്തും ഒക്കെ ശക്തമായി നമ്മുടെ അകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം എന്തൊക്കെയാണ് കാണുന്നത്. അസൂയ, പൊങ്ങച്ചം, വെറുപ്പ്, സാമ്പത്തിക തട്ടിപ്പുകൾ, സദാചാര കുറ്റങ്ങൾ. ഒരു നിയന്ത്രണവുമില്ലാതെയായിരിക്കും. അക്രമവാസനകൾ പെരുക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. എവിടെയാണ് ഈ അക്രമവാസന ഉടലെടുക്കുന്നത്? ആദ്യം എൻ്റെ കൈകളിലല്ല, എൻ്റെ ഉള്ളിലാണ് അക്രമവാസന ഉണ്ടാകുന്നത്. ഉള്ളിനെയാണ് യഥാർത്ഥത്തിൽ ശുദ്ധിയാക്കേണ്ടത്. ഉള്ളിനെ ശുദ്ധിയാക്കാതെ ഒരിക്കലും അക്രമവാസനയുള്ള ഒരുത്തനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാസക്കാലം നിരന്തരമായി നമ്മൾ നമ്മുടെ അകം ശുദ്ധിയാക്കാൻ ശ്രമിക്കണം. അതിനാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റമദാൻ അല്ലാഹു തന്നിട്ടുള്ളത്. നമ്മുടെ വിശുദ്ധി അതായിരിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് നാം നോക്കണം, നമ്മുടെ അകം വൃത്തിയാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ. എനിക്ക് ആരോഗ്യമുള്ള ഹൃദയം തരണേ റബ്ബേ. അതെ, ശുദ്ധമായ ഹൃദയം, ഇമാതിരി ഒന്നും വരാത്ത ഹൃദയം നമുക്ക് സാധിക്കണം.
നമ്മൾ അതിലേക്ക് എത്തുമ്പോഴാണ് സഹോദരങ്ങളെ ഖൈറു ഉമ്മത്താകുന്നത്. ഖൈറു ഉമ്മത്ത് അതൊരു മേൽവിലാസമല്ല, അഡ്രസ്സല്ല, മറിച്ച് അത് ക്വാളിറ്റിയാണ്. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ക്വാളിറ്റി. എന്നിട്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മളെല്ലാവരും സുന്നത്തായ കർമ്മങ്ങൾക്ക് പോലും നമുക്ക് വല്ലാത്ത ശുഷ്കാന്തിയാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, തറാവീഹ് നമസ്കാരം സുന്നത്ത് നമസ്കാരമാണ്. പലപ്പോഴും ഫർദ് നമസ്കാരങ്ങളെക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് ആളുകൾ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. വല്ലാത്ത പ്രാധാന്യമാണ്, വല്ലാത്ത ശുഷ്കാന്തിയാണ് അല്ലേ? നിർബന്ധ നമസ്കാരങ്ങൾ പോലും നമുക്ക് പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെടുന്നത് വേദനയാണ്. ഈ മാസം പ്രയാസമാണ്. നഷ്ടപ്പെട്ടുകൂടാ എന്ന ബോധം നമുക്കുണ്ട്. നന്മകൾ ചെയ്യാനുള്ള വല്ലാത്ത പ്രേരണ നമ്മുടെ അകത്തുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വേണം. ഈ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, സംശയമില്ല. പക്ഷേ കർമ്മങ്ങളുടെ വീര്യം നഷ്ടപ്പെടുത്തും. കർമ്മങ്ങൾക്കൊരു വീര്യമുണ്ട്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഈമാനൻ വഹ്തിസാബൻ എന്ന 2 വാക്കുണ്ട്. അതാണ് വീര്യം. അതില്ലാത്ത കർമ്മങ്ങൾക്ക് അർത്ഥമില്ല. അതര വ്യായാമങ്ങളാണ് ആ കർമ്മങ്ങൾ. അതാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതോടൊപ്പം സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് ഭക്ഷണം മുടക്കി, അള്ളാഹു നമുക്ക് പാനീയങ്ങൾ വിലക്കി. ശ്വസിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. ശ്വസിക്കാൻ മാത്രമേ നിശ്ചിത സമയങ്ങളിൽ അനുവാദമുള്ളൂ. അങ്ങനെയാണ് നമ്മളെ സംസ്കരിക്കാൻ അള്ളാഹു ശ്രമിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, എന്തുമാത്രം വലിയ സംസ്കരണ പ്രക്രിയയാണിത്. 12 മണിക്കൂറോളം ഭക്ഷണം കഴിച്ചുകൂടാ, വെള്ളം കുടിച്ചുകൂടാ, കാണാൻ പാടില്ലാത്തത് കണ്ടുകൂടാ, നോക്കിക്കൂടാ, കേട്ടുകൂടാ. ശ്വസിക്കാൻ മാത്രം അവകാശം. മാത്രമേ അവകാശമുള്ളൂ. എന്തിനാണ്? ഇതൊരു തിരിച്ചറിവിനാണ്. ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. ആ തിരിച്ചറിവിലൂടെ മാത്രമേ തഖ്വ ഉണ്ടാവുകയുള്ളൂ സഹോദരന്മാർ. അനുവദിക്കപ്പെട്ടതിനെയാണ് നമുക്ക് വിലക്കിയിട്ടുള്ളത്. ഒരു നിശ്ചിത സമയം ആണെങ്കിൽ പോലും അനുവദിക്കപ്പെട്ടതിനെയാണ് വിലക്കിയിട്ടുള്ളത്. അനുവദിക്കപ്പെട്ടതിനെ വിലക്കിയാൽ എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്നത് നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ടതിൽ നിന്ന് മാറി നിൽക്കാൻ കരുത്തുണ്ടാകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ്. നിഷിദ്ധമാക്കപ്പെട്ടതിൽ നിന്ന് മാറി നിൽക്കണം. എങ്ങനെ മാറി നിൽക്കും? അതിനുള്ള ഒരു എക്സസൈസാണ് അള്ളാഹു തരുന്നത്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു വെറുതെ തഖ്വ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞേക്കല്ല, തഖ്വ ഉള്ളവരാകൂ എന്ന് പറഞ്ഞേക്കല്ല. വളരെ കൃത്യമായി ഒരു വർഷത്തിൽ 1 മാസം വളരെ കൃത്യമായി നമ്മളെ പിടിച്ചിരുത്തി നമുക്കൊരു ട്രെയിനിങ് നൽകുകയാണ്. ട്രെയിനിങ് നൽകുക. എന്ത് മനോഹരമാണ് ആ ട്രെയിനിങ്. നോക്കൂ, അസ്സൗമു ജുന്നത്തുൻ. അല്ലാഹുവിൻ്റെ റസൂൽ അതിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. വ്രതം ഒരു പരിചയമാണ്, തടുക്കാവുന്ന പരിച. പരിച എന്ന് പറഞ്ഞാൽ പണ്ട് യുദ്ധങ്ങളിൽ തടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വെട്ടുമ്പോൾ ഈ പരിച കാണിച്ചാൽ പരിചക്കാ വെട്ടുകൊള്ളുക, മനുഷ്യന് വെട്ടുകൊള്ളൂല. ഇതിനു വേണ്ടിയുള്ള ഇങ്ങനെ ഒരു വെട്ടും കൊള്ളാതെ, തിന്മയുടെയും അധർമ്മത്തിൻ്റെയും തോന്നിയാസത്തിൻ്റെയും ഒരു വെട്ടും കൊള്ളാതെയാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേണ്ടത്. അതാണ്. ഇതോടൊപ്പം സഹോദരങ്ങളെ, കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് ഈമാനോടെ ഇഹ്തിസാബോടെ അകം വൃത്തിയാക്കി ശുദ്ധിയാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം സഹോദരന്മാരെ, റമദാൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ജീവൻ എന്ന് പറയുന്നത്. ജീവൻ പ്രാർത്ഥന. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥനയാണ്. രാപ്പകലുകൾ സജീവമായി നന്മകൾ ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥനകൾ ഉയരണം, ദുആകൾ ഉയരണം. നമുക്കറിയാം, പാതിരാവിൻ്റെ നിശബ്ദതയിൽ കിടന്നുറങ്ങുന്ന അനേകം ആളുകൾക്കിടയിൽ വ്യത്യസ്തമായി ചിന്തിക്കുകയും രാത്രി എഴുന്നേറ്റ് നിന്ന് സുജൂദും റുകൂഉം പ്രാർത്ഥനയും നിർവഹിക്കുകയും അവരുടെ ആവലാദികളും പരാതികളും പരിഹാരമായി കാത്തിരിക്കുകയും ചെയ്യുന്ന അള്ളാഹു എല്ലാ മാസങ്ങളിലും ഇതുണ്ട്. എല്ലാ മാസങ്ങളിലും അതല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പേടിയോടെ ആഗ്രഹത്തോടെ
കിടന്നുറങ്ങാൻ പൂതിയുണ്ടായിട്ടും പാതിരാവിൻ്റെ നിശബ്ദതയിൽ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചും സുജൂദ് ചെയ്തും റുകൂഅ് ചെയ്തും അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും വാങ്ങുന്ന മനുഷ്യർ നമ്മൾ അറിയണ്ടേ? മറ്റു നാളുകളിൽ അള്ളാഹു ഇങ്ങനെയാണെങ്കിൽ വിശുദ്ധ റമദാനിൻ്റെ നാളുകളിൽ എപ്രകാരമായിരിക്കും അള്ളാഹു? എപ്രകാരമായിരിക്കും? അതാണ് ഖുർആനിൽ ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് നോമ്പിൻ്റെ ഗൗരവമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ആയത്തുകൾക്കിടയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരേ ഒരു പ്രവൃത്തിയേ ഉള്ളൂ, ഒറ്റ ഒന്നേ ഉള്ളൂ. അതേതാ? അത് ദുആ. സൂറത്തുൽ ബഖറ മറിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നോമ്പിൻ്റെ ഹുക്മുകൾ ഇങ്ങനെ വിധികളൊക്കെ പറഞ്ഞു വരുന്നതിനിടയിൽ ഒറ്റ അമലേ പറഞ്ഞിട്ടുള്ളൂ. അത് വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് നബിയെ നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവൻ്റെ സമീപസ്ഥനാണ്. നമുക്ക് അനുഭവപ്പെടേണ്ട ഒന്നാമത്തെ വികാരം അതാണ്. എൻ്റെ റബ്ബ് എൻ്റെ അടുത്തുണ്ട്. ദൂരെയല്ല റബ്ബുള്ളത്, ഖരീബ്, എൻ്റെ അടുത്തുണ്ട്. എൻ്റെ ജീവനാടിയേക്കാൾ എൻ്റെ അടുത്ത്. എല്ലാവർക്കും അനുഭവപ്പെട്ടത് അതാണ്. ഉമ്മ ഹാജറ മുതൽ, ഹാജറ ബീവി മുതൽ ചരിത്രത്തിന്റെ ഇങ്ങേത്തലം സഹാബികൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത് ആ റബ്ബിന്റെ അടുപ്പമായിരുന്നു. ഹാജറ ബീവി ചോദിച്ചില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്? ആ ചോദ്യം നമ്മുടെ ചെവികളിൽ ഇപ്പോഴും വന്ന് അലക്കുന്നില്ലേ? അള്ളാഹു കൽപ്പിച്ചതാണോ? അതെ. എന്ന് പിന്നെ ആ അള്ളാഹു ഞങ്ങളെ വിടൂല, ഞങ്ങളെ ഒഴിവാക്കൂല. ആ സാന്നിധ്യമാണ്, റബ്ബിന്റെ സാന്നിധ്യം നൽകിയ സമാധാനമാണ്. വല്ലാത്ത സമാധാനം, വല്ലാത്ത സമാധാനം. ആ സമാധാനത്തിൽ നിന്നാണ് തിരുമേനി പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിറക്കുകയാണ് ഖലീഫ അബൂബക്കർ സിദ്ദീഖ്, വിറക്കുകയാണ്. ഈ ഭീകരന്മാരായ ഖുറൈശി മൂപ്പന്മാരെയും അവരുടെ ആയുധങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ വിറക്കുന്ന അബൂബക്കർ സിദ്ദീഖിനെ തടുത്തു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അബൂബക്കർ താങ്കൾ എന്ത് വിചാരിക്കുന്നു രണ്ടാളുകളെ കുറിച്ച്? മൂന്നാമനായി ആ രണ്ടാളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉണ്ട്. ആ സാന്നിധ്യം, അതാണ് പ്രാർത്ഥനയിലെ മർമ്മപ്രധാനം. ആ സാന്നിധ്യമില്ലാത്ത കൈ ഉയർത്തലുകളല്ല വേണ്ടത്. ആ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ കഴിയണം. അതാണ് റമദാനിലെ സവിശേഷത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്തോ, പക്ഷേ വേണ്ടതൊക്കെയും അള്ളാഹുവിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള അവസരമാണിത്. വേണ്ടതൊക്കെയും വാങ്ങിയെടുക്കണം. അതെ, വേണ്ടാത്തതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ റബ്ബിനോട് ചോദിക്കണം. റബ്ബിന് മാത്രമേ കഴിയൂ, തരാനും തടയാനും റബ്ബിനെ കഴിയൂ. അതാണ് റമദാൻ, അതാണ് റമദാൻ. ഇത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ലാ തുറദ്ദു ദഅവതുഹും. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന തള്ളുകയേയില്ല. ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത്തേത് വസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ. എന്താ പീരീഡ് നിങ്ങൾ ആലോചിച്ചു? 12 മണിക്കൂർ ഒരു ദിവസം ദീർഘമായി. അള്ളാഹുവിന്റെ റസൂല് പറയാ, അദ്ദേഹം കളവ് പറയില്ലല്ലോ. തള്ളപ്പെടുകയില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് ആ സെക്കൻഡുകളുടെ മൂല്യം എന്ന് ആലോചിച്ചു. എവിടുന്ന് കിട്ടും ഈ സെക്കൻഡുകൾ? എവിടെ പോയാൽ കിട്ടും ഇത്? മൂന്നാമത്തേത് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനയും അല്ലാഹു തള്ളുകയില്ല സഹോദരൻ. ഉത്തരം വൈകാത്ത പ്രാർത്ഥനകളുടെ പട്ടികയിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴുള്ളത് എന്നോർക്കണം. ഉത്തരം വൈകാത്ത പ്രാർത്ഥനകൾ, അതാണ് ലാ തുറദ് എന്ന് പറഞ്ഞത്. വൈകൂല, ഉടനെ കിട്ടും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഖരീബെന്ന ഒരു വികാരത്തിലേക്ക് നമ്മൾ എത്തണം. എൻ്റെ കൂടെ എൻ്റെ റബ്ബ് എൻ്റെ അടുത്തുണ്ട്, തരും, എനിക്ക് കിട്ടും. അതിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ അങ്ങോട്ട് എത്തുന്നുണ്ടോ ഇല്ലയോ. കുറച്ച് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും സമയമുണ്ട്. പക്ഷെ ഇരുന്ന് ആലോചിക്കണം, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക.
ഞാനതിൽ പെടുമോ? എത്തുന്നുണ്ടോ? എത്താനാവൂലേ? സങ്കടം തോന്നണം, എത്താനാവുകയില്ല എന്നാണ് എങ്കിൽ. സഹോദരന്മാരെ, എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ നാടുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടേണ്ടത്? അതുകൂടി നാം മനസ്സിലാക്കി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല. അള്ളാഹുവിന് ഓരോ രാവിലും പകലിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾ ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. ആ മോചിപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഓരോരുത്തർക്കും ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു. നാം മോചിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നത്. അവിടെ നിയമപരമായല്ലാതെ ചെന്ന് താമസിക്കുന്ന ആളുകൾക്ക് പുറത്തു പോകാൻ പൊതുമാപ്പ് പ്രഖ്യാപിക്കും 2 മാസം. ആ പൊതുമാപ്പ് പ്രഖ്യാപിച്ചാൽ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെലവില്ലാതെ ഫൈനടക്കാതെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരാമെന്ന്. ഇതൊരു പൊതുമാപ്പാണ്. ഒരു എവിടെ നിന്നുള്ള പൊതുമാപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും സഹോദരന്മാരെ, ഒരിക്കലും വേറെ ഒരു അവസരം ഇതിന് കിട്ടൂല. നരകത്തിൽ നിന്നുള്ള പൊതുമാപ്പ് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന ഫീ കുല്ലി ലൈലത്തിൻ ഉതഖാ. എന്തായിരിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന സഹോദരങ്ങളെ? ഇത്ഖിന് വേണ്ടിയാണ്. നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഇന്ന് രാത്രിയുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാകണം. അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ. അല്ലാഹുവേ, എന്നെ നരകത്തിൽ നിന്നൊന്ന് മോചിപ്പിച്ചു തരണം. എനിക്കത് സഹിക്കാൻ കഴിയില്ല റബ്ബേ. ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാകണം. ഓരോ രാത്രിയും അല്ലാഹു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. കൂട്ടത്തിൽ നമ്മളുടെ പേരുണ്ടാകണം. നമ്മൾ ഉറപ്പുവരുത്തണം, എൻ്റെ പേരതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വളരെ ചെറിയൊരു റിക്വസ്റ്റേ അല്ലാഹു കൊടുക്കേണ്ടുള്ളൂ. അതിന് സ്റ്റാമ്പ് പേപ്പർ വേണ്ട, നോട്ടറി അറ്റസ്റ്റ് ചെയ്യണ്ട, പൈസ കൊടുക്കണ്ട, വില്ലേജ് ഓഫീസിൽ ക്യൂ നിൽക്കണ്ട. എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ വെച്ച് ഒരു ക്യൂമില്ലാതെ റബ്ബിനോട് റിക്വസ്റ്റ് കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെയൊക്കെ മോചിപ്പിക്കുമാറാകട്ടെ. നരകമോചനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച നാടുകളാണ് സഹോദരന്മാരെ ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസഹ്യമായതും അതാണ്. നമ്മൾ ആലോചിക്കണം, ഗൗരവത്തോടു കൂടി ആലോചിക്കണം. ഇതൊക്കെയാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെയുള്ള ഇബാദത്താണ് പ്രാർത്ഥന. അതിനേക്കാൾ കടുപ്പമുള്ള ശക്തിയുള്ള ഇബാദത്താണ് പ്രാർത്ഥന. അത് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ ശുദ്ധമാകണം. കളങ്കമില്ലാത്ത ഹൃദയത്തോടെ ദുആ ചെയ്യാൻ കഴിയും. കളങ്കമില്ലാത്ത ഹൃദയത്തോടെ ദുആ ചെയ്യാൻ. നിങ്ങളൊരു പക്ഷേ ഞാനിത് പറയുമ്പോൾ പറയും, എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് കളങ്കങ്ങളുണ്ട്. സഹോദരന്മാരെ, റബ്ബ് മനുഷ്യരായാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് ഷഹ്റുൽ തൗബയാണ്, ഷഹ്റുൽ ഇസ്തിഗ്ഫാറാണ്. ഏത് കളങ്കവും, ഏത് തിന്മയും, ഏത് തെറ്റും പുറത്തു തരുന്ന അത്തവ്വാബ്, അർ-റഹീം, ഇതൊക്കെ റബ്ബിന്റെ വല്ലാത്ത പേരുകളാണ്. എല്ലാ പശ്ചാത്താപങ്ങളും ധാരാളമായി സ്വീകരിക്കുന്ന, അങ്ങേയറ്റം കരുണ ചെയ്യുന്ന റബ്ബ്. ആ റബ്ബ് നമുക്ക് പുറത്തു തരും. ആ റബ്ബ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നാൽ മതി, റബ്ബേ എൻ്റെ ഹൃദയം സലീമാക്കി തരണം, നിഷ്കളങ്കമാക്കി തരണം. മതി. അല്ലാഹു തആല നമ്മോട് പറയുന്നത് ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. പ്രാർത്ഥിക്കേണ്ട ഗുണം, പ്രാർത്ഥിക്കേണ്ട സ്വഭാവം പറഞ്ഞത് അതാണ്. ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ് നിഷ്കളങ്കമായി, സമ്പൂർണമായി അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ട് ദുആ ചെയ്യും. അതാണ് ദുആയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ കാര്യം. മറ്റൊന്ന്, ശാന്തതയോടുകൂടി പ്രാർത്ഥിക്കണം. ധൃതി കാണിക്കരുത് ആരും. ശാന്തത വേണം പ്രാർത്ഥനയിൽ. ശാന്തമായി പ്രാർത്ഥിക്കണം.
ഒച്ചപ്പാട് വേണ്ട, ബഹളം വേണ്ട, ധൃതി വേണ്ട. എന്താ കിട്ടാത്തത്? ഒരുപാട് പറയാനുണ്ടാവും. സ്ലോലി, സ്പീഡിലല്ല, കുറേശ്ശെ പറയും, ഹൃദയത്തിൽ നിന്ന് പറയും. അള്ളാഹുവിന് കേൾക്കട്ടെ, അള്ളാഹു ശ്രദ്ധിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലിഅഹദികും മാ ലം യുഅജൽ. ധൃതി കാണിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ധൃതി കാണിക്കരുത്. എന്താ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ സഹാബത്ത് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. സ്പീഡിൽ ചോദിച്ചൂടെ, എന്താ വിഷയം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഉതു ഫലം യുസ്തജബ് ലി എന്ന് നീ പറയരുത്. ഞാൻ ദുആ ചെയ്തു, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയരുത്. അതെല്ലാവരും ശ്രദ്ധിക്കണം, വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യമുണ്ട്, ഒരു കാരണവശാലും നോക്കൂ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, പാപങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടാകണം ദുആ ചെയ്യേണ്ടത്. നമുക്ക് മനസ്സാക്ഷിക്കുത്തുണ്ടാവും കൈ പൊക്കുമ്പോൾ, എങ്ങനെ ഞാൻ ചോദിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആദ്യം ദുആയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാറിലേക്ക് പോകണം. അള്ളാഹുവിനോട് പറയണം, ഞാൻ മനുഷ്യനാണ്, നീ എന്നെ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്, തെറ്റ് വന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് റബ്ബേ, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല, ആ തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തു വരണം. ഇതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പം പാപങ്ങളില്ലാതെ അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട്, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാതെ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കണം. ഇത് വളരെ പ്രധാനമാണ് ഇസ്ലാമിൽ. അള്ളാഹു സ്വീകരിക്കുക ആരിൽ നിന്നാണ് നമുക്കറിയാം. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിനെ സ്വീകരിക്കും. അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി. അടിമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. മാലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅത്തി റഹ്ം. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കരുത്, അല്ലെങ്കിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി ചോദിക്കരുത്. ഇതെന്താണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് രണ്ടും വരരുത്. നമുക്ക് ആരോടെങ്കിലുമൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ വെറുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവിടെ നോക്കാം, ഈ വെറുപ്പുമായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അല്ല, അതൊക്കെ അന്ന് തന്നെ കഴുകിക്കളയാം. അങ്ങനെ എന്ത് കിട്ടും ഈ വെറുപ്പുകൊണ്ട്? നമ്മൾ നശിക്കുക എന്നല്ലാതെ. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലായി വെറുപ്പുണ്ടാകാം. പുള്ളിക്കാരനെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാനുണ്ടാവും. അയാൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു, ഒന്നും കിട്ടുന്നില്ല. നമ്മൾ വെറുത്ത് ഭയങ്കരമായിട്ട് തിന്ന് തിന്ന് നശിച്ചു പോകണം. ഇതുണ്ടാകരുത്. ഇതുകൊണ്ട് ദ്വാ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അശ്രദ്ധയോടുകൂടി ദ്വാ ചെയ്യും. ഒരിക്കലും അശ്രദ്ധ പാടില്ല. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ്. അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്താണോ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ആ വിഷയത്തെ നമ്മൾ ആദ്യം ഒന്ന് ആഗ്രഹിക്കും. നമ്മുടെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ടുപോവാ, എന്നിട്ട് ചോദിക്കുക. അപ്പോൾ ആ ചോദ്യത്തിന് വല്ലാത്ത ഹരമുണ്ടാകും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും ഗഫലത്തിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. അഞ്ചാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥന അള്ളാഹു കബൂലാക്കാൻ നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ജീവിതവും ഹലാലായിരിക്കണം. നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം, ജീവിതം ഹലാലായിരിക്കണം. അത് ശരിക്കും നമ്മൾ പരിശോധിക്കാനുള്ള മാസമാണ് ഇത്. എൻ്റെ സമ്പാദ്യത്തിൽ ഹറാമായ വല്ലതും, അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ വല്ലതും വന്നിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ വല്ലതും വന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഇന്ന് വൈകിട്ട് ജുമാ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്ന് നമ്മളെ വീടൊന്ന് പരിശോധിക്കണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ? അള്ളാഹുവിൻ്റെ മലക്കുകൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലാൻ വേണ്ടി ഈ വിശുദ്ധ റമദാനിലെ രാവുകളിൽ എൻ്റെ വീട്ടിലേക്ക് വരാൻ തടസ്സമുള്ള വല്ലതും ഇവിടെ ഉണ്ടോ? പരിശോധിക്കുക സഹോദരന്മാരെ, ഓരോന്നും പരിശോധിക്കുക. എല്ലാവർക്കും അറിയാലോ, ഇതൊന്നും വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം. ആറാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെറ്റുകൾ തടയാനും നന്മകളെ
പകർന്നു കൊടുക്കുവാനുമുള്ള മനസ്സുണ്ടാകണം. പ്രത്യേകിച്ച് കുടുംബത്തിൽ നമ്മളൊക്കെ വല്ലാത്ത വിഡ്ഢികളാണ്. ഈ കപ്പൽ മുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കണേ. വീട്ടിൻ്റെ അകത്ത് എന്തൊക്കെ തോന്നിയാസാ നടക്കുന്നത്. കപ്പൽ മുങ്ങിക്കോട്ടെ, ഞാൻ നോ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതാണ് എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ളത്, അല്ലേ? ഞാനൊരു നന്മ അവിടെ പ്രസരിപ്പിച്ചാൽ പ്രസരിക്കുന്നതാണ് എൻ്റെ വീടിനകത്ത്, എൻ്റെ അധികാരമുള്ള സ്ഥല. ഞാൻ എന്താ ചെയ്ത്? അപ്പൊ ദുആ ചെയ്യണമെങ്കിൽ ദുആ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിത്തീരാൻ സഹോദരങ്ങൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. എല്ലാവരും ഓർക്കുക, ഇതൊക്കെ എന്താ വെച്ചാൽ നിസ്സാരമായ കാര്യമെന്ന് വിചാരിച്ചാൽ ആരും തള്ളരുത്. ഇത് ഗൗരവമുള്ള സംഗതികളാണ്. ഇപ്പൊ തെറ്റുകൾ കണ്ടാൽ നമ്മൾ തടയാൻ ശ്രമിക്കുക. ഏറ്റവും ചുരുങ്ങി നമ്മുടെ കുടുംബത്തിനും തുടങ്ങിക്കൂടെ. നമുക്ക് നാട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ ഹോ എന്നൊക്കെ പറയുമെന്ന് വിചാരിക്കുക. ആ കുടുംബത്തിൽ ചെയ്തു ഒരു മാറ്റം സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ, അവസരങ്ങളുണ്ട്. അത് നോക്കി നിൽക്കണം നമ്മൾ. അങ്ങനെയല്ലേ നമ്മളെല്ലാം അങ്ങനെയല്ലേ ചെയ്യും? അവസരം കാതോർത്ത് നിൽക്കലല്ലേ, അവസരം ചോദിച്ച് നിൽക്കലല്ലേ? അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നോക്കൂ, ഈ നോമ്പ് സമയത്ത് അത്താഴത്തിൻ്റെ സമയം, അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല സത്യത്തിൽ. ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടെന്നല്ല, അത് സുന്നത്താണ്, ബർക്കത്താണ്. എന്നാൽ അതിനേക്കാൾ വലിയ സംഗതിയുണ്ട് സഹോദരന്മാരെ. ആ സമയം, ആ രാത്രിയിൽ, ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇന്ന ഫില്ലൈലി സഅത്തുൻ ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതഹു ഇയ്യാ. രാത്രിയിൽ ഒരു സമയമുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. അള്ളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഉണ്ടോ? വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാവിലും ഉള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുഹൂർ നമുക്ക് ഇസ്തിഗ്ഫാറിനുള്ള സമയമാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സഹൂറാണല്ലോ നമ്മൾ കഴിക്കണ ഭക്ഷണത്തിന്റെ, അത് സമയത്തിന്റെ പേരാണ്. ആ സമയത്ത് നമ്മൾ കൂടുതൽ നടത്തേണ്ടത് ഇസ്തിഗ്ഫാറുകളാണ്. ഇങ്ങനെ രണ്ടാമത്തെ സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. പലപ്പോഴും സന്തോഷം കൊണ്ട് നമ്മൾ അശ്രദ്ധമായി പോകാറുള്ള ഒരു സമയമാണ്. ഭക്ഷണം ഒരുക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരിക്കും. നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിക്കാനുള്ള ആവേശത്തിലായിരിക്കും. നമ്മളൊരു സെക്കൻഡ് സമയം നമ്മളൊന്ന് ഇടപെടണം പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ, ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ലദഅവതുൻ മാ തുറത്. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിക്കലും തള്ളപ്പെടാത്ത ഒരു ദുആ ഉണ്ട്. ഒരു ദുആ ഉപയോഗപ്പെടുത്തണ്ടേ? ഒരു അര സെക്കൻഡ് മതി ഒരു കാര്യം അള്ളാഹുവോട് പറയാൻ. അര സെക്കൻഡ് ഒന്ന് ഓർമ്മിപ്പിക്കാം. എല്ലാവരെയും പള്ളിയിലൊക്കെ ജമാഅത്തായിട്ട് ഒന്നിച്ചിരുന്ന് നോമ്പുറക്കുണ്ടാവും. പല കിസ്സകളും കഥകളും പറയാറല്ലാരും. അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ പാർട്ടികളൊക്കെ ഉണ്ടാവും, ഇഫ്താർ പാർട്ടികളൊക്കെ, ഒരുപാട് കഥകളാണ്. ഇതൊക്കെ ഒന്ന് നിർത്തണം. നമ്മൾ നിർത്തിയിട്ട് ഒരാളൊന്ന് ഓർമ്മിപ്പിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രണ്ട് സമയം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. സഹൂറിൻ്റെ സമയവും ഇഫ്താറിൻ്റെ സമയം. ഇങ്ങനെ അള്ളാഹുവുമായി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബോണ്ടാണ്. റബ്ബുമായി ഉണ്ടാക്കുന്ന ഒരു ശക്തമായ ബോണ്ടാണ്. അത് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ഏറ്റവും നല്ല പ്രാർത്ഥന സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ കേട്ടിട്ടില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. 4 കാര്യങ്ങൾ പറഞ്ഞാൽ പുകഴ്ത്തിയത്. എന്നിട്ട് പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമുള്ള വലിയ ഒരു വിഷയം ചോദിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഏത് വിഷയത്തിലും ഞാൻ ഒരു നേരായ വഴിയിലായിരിക്കണം ഞാൻ. അതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഏതാ? സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും എല്ലാ വിഷയത്തിലും എനിക്ക് ചൊവ്വായ വഴിയിലെത്തണം. ഞാൻ വളഞ്ഞു പോകരുത്, തിരിഞ്ഞു പോകരുത്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ മാത്രം മതി നമുക്ക്. പക്ഷേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്താണത്. അല്ലാഹു തആല ഈ രീതിയിൽ നന്നായി ദുആ ചെയ്ത് ആവശ്യങ്ങളൊക്കെ നേടിയെടുത്ത് എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിദൂരമാക്കി നല്ല മനുഷ്യരാക്കി അല്ലാഹു ഈ റമളാനിലൂടെ നമ്മയൊക്കെ മാറ്റി തരുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവൻ ദുആഇൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുആയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ, അത് ഞാൻ പറഞ്ഞ അകം ശുദ്ധിയായാൽ എളുപ്പമുണ്ട്, നമ്മുടെ ഉള്ളിൽ നിരാശ വരില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ രീതിയിൽ പറഞ്ഞതാ, അള്ളാഹുവിന് ഇഷ്ടമാണ് ദുആയിൽ നിരന്തരം ദുആ ചെയ്യും, നിരന്തരം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ നിരന്തരം എന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ കുട്ടി നിങ്ങളൊരാവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പരിഗണിക്കൂല, ശ്രദ്ധിക്കൂല. അപ്പോൾ 1-2 ദിവസം നമ്മളോട് ഇങ്ങനെ പിണങ്ങി നിൽക്കും, പിന്നെ കരയാൻ തുടങ്ങും. ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് നിവർത്തിച്ചു കൊടുക്കും, അല്ലേ? ഇതാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മുടെ കരച്ചിൽ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, കണക്കില്ലാത്ത കരച്ചിലുകൾ. നേടിയത് കരഞ്ഞുകൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കണം. ആ ഒരു രീതിയായിരിക്കണം നമ്മളും സ്വീകരിക്കേണ്ടത്. യാക്കൂബ് അലൈഹിസ്സലാം ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ മനുഷ്യൻ അദ്ദേഹമായിരിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതം രണ്ട് ഭാഗമുണ്ട് ജീവിതത്തിൽ. ഒന്നാമത്തെ ഭാഗം, അദ്ദേഹത്തിൻ്റെ മറ്റു മക്കളൊക്കെ യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പേടിയാണ്, കാരണം യൂസുഫിനെ ചെന്നായ തിന്നോന്ന് എനിക്ക് പേടിയാണ്. അദ്ദേഹം പറഞ്ഞതാ. നിങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചത്? യൂസുഫിനെ നഷ്ടപ്പെട്ടു. യൂസുഫിനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി. പിന്നെ ഇത് രണ്ടും തിരിച്ചു കിട്ടുന്നുണ്ട്. എപ്പോഴാണെന്ന് അറിയുന്നത്? ഭയങ്കര രസം. അതാണ് രണ്ടാമത്തെ പാർട്ട്. അതെപ്പോഴാന്ന് വെച്ചാൽ അദ്ദേഹം അല്ലാഹുവിനോട് പറയാണ്, വഉഫവ്വിദു അംരി ഇലല്ലാഹ്. ഒറ്റ വാക്യം പറഞ്ഞു, വഉഫവ്വിദു അംരി ഇലല്ലാഹ്. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാൻ എൻ്റെ കാര്യം ഏൽപ്പിക്കുകയാണ്. നമ്മളവിടേക്ക് എത്തണം. അള്ളാഹുമായുള്ള ആ ബോണ്ട് ശക്തമായാൽ നമ്മളും ഇത് പറയും, എൻ്റെ കാര്യം റബ്ബേ ഞാൻ ആരാ? ഞാനൊരു നിസ്സാരനായ അടിമ. നീ എനിക്ക് ശ്വസിക്കാൻ തന്ന അവകാശം നീ തിരിച്ചെടുത്താൽ എൻ്റെ കഥ കഴിഞ്ഞില്ലേ? ഉഫവ്വിദു അംരി ഇലല്ലാഹ്. അത് പറഞ്ഞപ്പോഴോ അന്നാണ് യൂസുഫിനെ തിരിച്ചു കിട്ടിയത്. അന്നാണ് യാക്കൂബ് അലൈഹിസ്സലാമയുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത്. ഇതൊരു കഥ പറയാനുള്ളതല്ല, നമുക്ക് ജീവിതത്തിൽ ഇത് പ്രയോഗിക്കാൻ സാധിക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. സക്കരിയ അലൈഹിസ്സലാമിനെ നിങ്ങൾ കണ്ടില്ലേ? ഒരു പ്രതീക്ഷയില്ലല്ലോ മക്കൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷേ അള്ളാഹു ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ചരിത്രം? മറിയമിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സക്കരിയ അലൈഹിസ്സലാം. ചെറിയ കുട്ടിയാണ് അന്ന് മറിയം. വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നും ഭക്ഷണം കൂടി കൊടുക്കുക സക്കരിയ അലൈഹിസ്സലാമാണ്. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ സുഭിക്ഷമായ ഭക്ഷണം. എവിടുന്ന് കിട്ടിയെന്നാ ചോദ്യം. എവിടുന്ന് കിട്ടി പെണ്ണെ? മറിയം ബീവി മറുപടി പറഞ്ഞു, ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്, അള്ളാഹു ഉണ്ടാക്കി കൊടുത്തതാ. ആ ഒരു അവസരം എത്ര പെട്ടെന്ന് സക്കരിയ അലൈഹിസ്സലാം മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു ട്വിസ്റ്റ് വരികയാണ്, വല്ലാത്ത ഒരു ട്വിസ്റ്റാ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 100 വട്ടം ചിന്തിക്കും. ഒരു 4 ക്യാമറ ഒക്കെ കൊണ്ടുവന്ന് നോക്കും, എന്നിട്ട് നോക്കും എവിടെയാ, ആരാ കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം. ഒരു പെണ്ണൊറ്റക്കല്ലേ? പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് വേറെയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ നിന്ന് അത് ആ മറിയമിന്റെ നാവിൽ നിന്ന് വന്നൊരു വാക്ക്, വല്ലാത്ത വാക്ക്.
ഖാലത് മിൻ ഇൻദില്ലാഹ്, അല്ലാഹ് തന്നതാ. അല്ലാഹു കണക്കില്ലാതെ, കണക്ക് നോക്കാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം നൽകും. തീർച്ചയാണ്, തീർച്ച. അപ്പോഴാ കത്തിയത്. നമുക്കും കത്തണ്ടേ? അല്ലാഹു കത്തിച്ചതാ. സക്കരിയ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. മക്കളില്ല അതുവരെ. റബ്ബേ, എനിക്കൊരു നല്ല സന്താനങ്ങളെ തരണേ. എന്നിട്ടൊരു വാചകം പറയുന്നുണ്ട് അവസാനം, ഇന്നക സമീഉ ദുആ, ഇന്നക സമീഉ ദുആ. അതാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത്. റബ്ബേ, നീ എന്റെ ദുആ കേൾക്കുന്നുണ്ടല്ലോ, തീർച്ചയായും കേൾക്കുന്നുണ്ട്. എനിക്ക് നീ ഉത്തരം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? റമദാന്റെ അടിയിൽ അതല്ലേ പറഞ്ഞത്, ഉദ്ഉനി, ഞാൻ അടുത്തുണ്ട്, നിങ്ങൾ ചോദിച്ചോ, ഉത്തരം നൽകും. അതന്നെയാണ് സക്കരിയ അലൈഹിസ്സലാം. എന്താണ്ടായത്? ആരാ സക്കരിയ അലൈഹിസ്സലാം? സക്കരിയ അലൈഹിസ്സലാം തന്നെ പറയുന്നുണ്ട്, ആകെ നരച്ച്, എല്ലൊക്കെ പിന്നെ നുരുമ്പി, ആരോഗ്യമൊക്കെ നശിച്ച് മക്കളുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, പ്രസവിക്കൂല. എന്നിട്ട് എന്താണ്ടായത്? ഇതൊക്കെ ഉണ്ടായിട്ടും സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചില്ലേ കൂടെ? നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തീർത്ത ചില പ്ലാനുകളെ കുറിച്ചാണ്, നമ്മൾ ഉണ്ടാക്കിയ ചില പദ്ധതികളെ കുറിച്ചാണ്. ഈ പ്ലാനും പദ്ധതിയൊക്കെ റബ്ബിൻ്റെതാണ് കൂട്ടരെ, അള്ളാഹുവാണ്. അള്ളാഹുവിനിത് മാറ്റാൻ ഒരു പ്രശ്നമില്ല. അള്ളാഹു മാറ്റിയില്ലേ? അന്ന് സക്കരിയ അലൈഹിസ്സലാം മെഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ വന്ന് പറഞ്ഞില്ലേ, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, പേരിട്ടു കൊടുത്തു. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നോക്കൂ, നമ്മുടെ ഉള്ളിലുള്ള പ്ലാനുകൾ എത്ര ദുർബലമാണെങ്കിലും നമ്മൾ അള്ളാഹിനോട് ചോദിക്കാതിരിക്കരുത്. ആളുകളൊക്കെ പറയും, മരുന്നൊന്നുമില്ലട്ടോ, ഒരു രക്ഷയില്ലാട്ടോ. അത് ഉള്ളിൽ കയറ്റരുതേ, അത് ഉള്ളിൽ കയറ്റിയാൽ പോയി. ആളുകളൊക്കെ പറയും, ഒരിക്കലും നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല പറയും. പക്ഷേ അത് നമ്മെ അള്ളാഹു പരിശോധിച്ച നമുക്ക് അത്തരത്തിലൊരു നിരാശ വരരുത്. അള്ളാഹുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതാണ് ഈ റമദാനിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും ഉന്നതമായ ഒരു, നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ നോമ്പിലും നമ്മുടെ സദഖയിലും ഒക്കെ ഈ അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മൾ അനുഭവിക്കണം. അത് ആസ്വദിച്ചു കൊണ്ട് വേണം അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു അങ്ങനെ അള്ളാഹുവിൻ്റെ ആ സാമീപ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുറഹിമിനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റമദാനിലെ ഈ നോമ്പും ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. റഹ്മുറഹിമിനായ റബ്ബേ, ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ പരിശുദ്ധ റമദാനിലും വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് റബ്ബേ. അവർക്കൊക്കെ നീ ആശ്വാസവും സമാധാനവും നൽകണമേ. അവരിൽ നിന്ന് നീ കബൂലാക്കണമേ. അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവെ നീ പാഠം പഠിപ്പിക്കണമേ. റഹ്മുറഹിമിനായ റബ്ബേ, ആരോഗ്യത്തോടെ ഈമാനോടെ ഈ റമദാനിൽ എത്തിപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി ഞങ്ങളുടെ അമലുകളൊക്കെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ. റഹ്മുറഹിമിനായ റബ്ബേ, കഴിഞ്ഞ വർഷം റമദാനിലുള്ള പലരും ഞങ്ങളോടൊപ്പമില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. റഹ്മുറഹിമീനായ റബ്ബേ, അവർക്കെല്ലാവർക്കും അവരുടെ ഖബറിനെ നീ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കി മാറ്റിക്കൊടുക്കണമേ. സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണമേ. ജീവിതത്തിലെ തെറ്റുകൊണ്ട് വല്ല ശിക്ഷയും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് അവരെ നീ ഒഴിവാക്കി കൊടുക്കണമേ റബ്ബേ.